അസ്സലാമു അലൈക്കും. വിശ്വാസിയും ഡിപ്രഷനും എങ്ങനെ അതിനെ മറികടക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതും എന്നാൽ ചിലർ മാത്രം തുറന്നു പറയാറുള്ളതുമായ ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ. നമ്മുടെ അരികെ ഇരിക്കുന്ന ഒരാൾ പോലും അതിലൂടെയാകും കടന്നു പോകുന്നത്, മനസ്സിൽ വലിയ പോരാട്ടങ്ങളോടെ. ഒരുപക്ഷെ നീ വിശ്വാസിയാകാം, നമസ്കാരം ചെയ്യാം, ഖുർആൻ വായിക്കും, എന്നാലും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പോരാട്ടമായിരിക്കും. നാം പലർക്കുമുള്ള ഒരു ചോദ്യമാണ്, വിശ്വാസം ഉള്ളവർക്കും ഡിപ്രഷൻ വരാമോ? അതെ, തീർച്ചയായും. നബി യൂസുഫ് അലൈഹിസ്സലാം കിണറ്റിൽ വീണു പോയപ്പോഴും, നബി അയ്യൂബ് അലൈഹിസ്സലാം ശരീരം മുഴുവൻ രോഗം പിടികൂടിയപ്പോഴും, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ കല്ലേറ്റപ്പോഴും അവർക്കെല്ലാം വേദനയുണ്ടായിരുന്നു, ഹൃദയഭേദകമായ വേദനയുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത്, എൻ്റെ വേദനയും ദുഃഖവും ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ എന്നാണ്. തീർച്ചയായും അവൻ കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുമുണ്ട്. ഡിപ്രഷൻ എന്നത് ഒരു തരത്തിലുള്ളതല്ല, അതിന് ചില വിഭാഗങ്ങളുണ്ട്. കൂടുതൽ ആളുകളും അനുഭവിക്കുന്നത് റിയാക്റ്റീവ് ഡിപ്രഷനാണ്. അതായത് കഷ്ടം, നഷ്ടം, നിരാശ, സ്വപ്നങ്ങൾക്ക് ഭംഗം വരിക, അങ്ങനെയൊക്കെ. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഡിപ്രഷനാണ്, അതായത് ഒരു ഷോർട്ട് ടേം പീരീഡിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ മറ്റൊരു ടൈപ്പ് ക്രോണിക് ഡിപ്രഷൻ എന്നതാണ്. ഇതൊരു ലോങ് ടേം ഡിപ്രഷനാണ്. ചിലപ്പോൾ മെഡിക്കൽ സഹായം പോലും ഇതിന് ആവശ്യമായിട്ട് വരും. ഡിപ്രഷനിലേക്കുള്ള വഴി തടയാൻ വേണ്ടിയിട്ട് ഇസ്ലാമിൽ തന്നെ 5 മാർഗങ്ങളുണ്ട്. 1. ദുആ, മുഴക്കപ്പെട്ട ഹൃദയത്തിൻ്റെ വിളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അള്ളാഹുവെ, ദുഃഖത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. 2. നമസ്കാരത്തിൻ്റെ ആത്മീയ ശക്തി. സൂറ ബഖറയിലൂടെ അല്ലാഹു തആല പറയുന്നു, സഹനത്തിലും പ്രാർത്ഥനയിലും നിന്ന് സഹായം തേടും. നമസ്കാരം എന്നത് ജീവിതത്തെ റീസെറ്റ് ചെയ്യുന്ന ഒരു കണക്ഷനാണ്. 3. അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക. എൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലല്ലല്ലോ, അവൻ്റെ കയ്യിലാണെന്ന് നാം നിരന്തരം ഓർമ്മിക്കുക. എൻ്റെ റബ്ബ് അള്ളാഹു തന്നെയാണ്, ഞാൻ അവരിൽ ആശ്രയിക്കുന്നു എന്ന് ഓരോ വിശ്വാസിയും മനസ്സിൽ ഊന്നി പറയുക. 4. സഹവാസം, ഐസൊലേഷൻ ഒഴിവാക്കുക. പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ മൗനം പാലിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളുമായി ഒരതിശക്തമായ കെട്ടിൽ അകപ്പെടുന്നു. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ കൂടുതൽ വേഴ്സ്റ്റായ സിറ്റുവേഷനിലേക്ക് പോകുന്നു. ഇത് ചിലപ്പോൾ മതിഭ്രമമാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇസ്ലാമിൽ മറ്റുള്ളവരുമായുള്ള ബന്ധം, അതായത് ഒരു സഹോദരൻ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ, ഇതെല്ലാം നമുക്ക് അത്രമേൽ രക്ഷ നേടാനുള്ള ഒരു മാർഗമാണ്. 5. മരണത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. പാപം ഉപേക്ഷിക്കുക. ആത്മാവിനെ കരുതലാകുക. മരണം ഒരു ഭീഷണിയല്ല, ആത്മാവിനെ ലഘുവാക്കലാണ്. ഹൃദയഭാരം, ഗിൽട്ട്, അതെല്ലാം തീരാൻ തൗബയും ഇസ്തിഗ്ഫാറും എത്രമാത്രം വേണ്ടതാണെന്ന് നാം എപ്പോഴും മനസ്സിലാക്കുക. നാം എപ്പോഴും ചിന്തിച്ചേക്കാം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും മാറ്റമില്ലല്ലോ. തീർച്ചയായും ഈ ഒരു ചോദ്യം നമ്മളെ ഏവരെയും വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ കൂടുതൽ സമയമുള്ള നിന്റെ കണ്ണു നിറഞ്ഞ പ്രാർത്ഥന തുടരുമ്പോൾ അവൻ്റെ സഹായം അസൂക്ഷ്മമായി തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി രൂപപ്പെട്ടിട്ടുണ്ടാകും. തീർച്ചയായും ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, കഷ്ടത്തിനൊപ്പം തന്നെ അതിൻ്റെ എളുപ്പവുമുണ്ട്. നമുക്ക് തീർച്ചയായും അതിൻ്റെ തെളിവ് പിന്നീട് മനസ്സിലാകും. ഓർക്കുക, നീ ഒരിക്കലും ഏകാന്തനല്ല. നിന്റെ ഉറച്ച വിശ്വാസം തകർന്നില്ലെങ്കിൽ നിനക്ക് എത്ര തന്നെ വിഷമങ്ങൾ ഉണ്ടായാലും അള്ളാഹു ഇപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. നീ പറഞ്ഞ വാക്കുകളും നിന്റെ കണ്ണുനീരും തെളിയാത്ത യാതനകളും ഓൾ ആർ റെക്കോർഡഡ് വിത്ത് അള്ളാഹ്. ഡിപ്രഷൻ ഇല്ലാതാക്കാൻ ഒരൊറ്റ പ്രാർത്ഥനയോ വാക്കോ മതിയാകില്ല. പക്ഷേ നാം ഉള്ളിൽ തട്ടിക്കൊണ്ടുള്ള ആത്മീയ യാത്ര തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ കരം നമ്മളെ പിടിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.